ഹായ്, നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കർണാടകയിലെ പിലിക്കുള ബയോളജിക്കൽ പാർക്കിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. പിന്നെ അത് പ്ലാനറ്റേറിയം ഉണ്ട്, സൂ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ധാരാളം ആൾക്കാർ, സ്കൂളിലെ കുട്ടികൾ ഒക്കെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഒരാൾക്ക് 220 രൂപ കോംബോ ഓഫറാണ്, അല്ലെങ്കിൽ 400 രൂപയാവും. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് കയറിയിട്ട്, ഇപ്പം ഫസ്റ്റ് സയൻസ് പ്ലാനറ്റോറിയം ഉണ്ട്, അതിനകത്ത് കയറി നോക്കട്ടെ. അതിനകത്ത് വീഡിയോ അതിലൂടെ ഒന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് ഇതിനകത്തൊന്ന് ഫുള്ളൊന്ന് കറങ്ങിയിട്ട് എന്താ വിശേഷങ്ങളൊക്കെ ഒന്ന്. ഒരു കർണാടക ഒരു മലയാളീനെ കിട്ടിയില്ല, ഇതുകൊണ്ട് പുലി ഉച്ച സമയത്ത് എവിടെയും പോയി റെസ്റ്റ് എടുക്കുമായിരിക്കും. ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ അപ്പോൾ ഇതിനകത്തേക്ക് പിലിക്കുള ബയോളജിക്കൽ പാർക്കിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. 3D പ്ലാനറ്റേറിയം 50 മീറ്റർ, ബയോളജിക്കൽ സൂ 100 മീറ്റർ, അർബൻ ഹട്ട് ആൻഡ് റൂറൽ ഹട്ട് 200 മീറ്റർ, അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ബഗ്ഗി പാർക്കിംഗ്, ബഗ്ഗീസ് ഉണ്ട്. പ്ലാനറ്റേറിയം റീജിയണൽ സയൻസ് സെൻറ്റർ, ഇതാണ്. ഓക്കെ, നമ്മൾ പ്ലാനറ്റേറിയത്തിനകത്തേക്ക് കയറുവാണ്. 2 മണിക്കാണ് ഷോ, കർണാടകയിലാണ്. അങ്ങനെയാണ് പ്ലാനറ്റേറിയം ഉണ്ട്. ഇപ്പോൾ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷോ കഴിഞ്ഞ ഉടനെ നമുക്ക് കയറാം. 2 മണിക്കാണ് നമ്മുടെ ഷോ. ഇത് കന്നഡയിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഷോ വരുന്നത് 4 മണിക്കാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കന്നഡയായാലും സ്വല്പം ഗൊത്തു, അതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം. നമുക്ക് കണ്ടു നോക്കാം. സയൻസ് ആൻഡ് ടെക്നോളജിയാണ്, അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പ്രദേശത്തൊന്നും ഹോട്ടലെന്ന് പറഞ്ഞൊരു സംഭവമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വില്ലേജിനകത്താണ്. ഇത്രയും വലിയ എത്രയോ ഏക്കർ ഏരിയ കിടക്കുവാണ്. അപ്പോൾ സയൻസ് പ്ലാനറ്റോറിയം ഉണ്ട്, പിന്നെ ബയോളജിക്കൽ പാർക്കുണ്ട്, സൂ ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി പ്രോഗ്രാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണത്തിന് ഒരു വഴിയില്ല. അപ്പോൾ നമുക്ക് ഒരു ചായയും ഒരു സമോസയിലും ഒതുക്കാം. അപ്പോൾ ഇവിടുന്ന് പുറത്ത് എത്ര മണിക്ക് ഇറങ്ങാൻ പറ്റും നോക്കാം. അല്ല സിംഹത്തിൻ്റെ പുലിയുടെ വായിൽ പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാം, അല്ല പിന്നെ അവർ പിടുതി വിട്ട് കഴിഞ്ഞാൽ ഇറങ്ങാം. ഓക്കെ. ഹായ്, നമ്മളിപ്പോൾ സയൻസ് പ്ലാനറ്റേറിയത്തിനകത്താണ് ഉള്ളത്. പ്രോഗ്രാം തുടങ്ങിയില്ല, കൃത്യം 2 മണിക്ക് തുടങ്ങും. പിന്നെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ സയൻസ് ഇതുപോലെ പ്ലാനറ്റേറിയത്തിനകത്ത് കയറിയവർക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ആയിരിക്കും. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഞാൻ ഓഫാക്കും. വെള്ള മയിലിനെ കണ്ടോ, വെള്ള മയിൽ പാവം കൂട്ടിനകത്തായിപ്പോയി. രാജവെമ്പാല എന്തൊരു നീളാടതിന്. ഇതിൻ്റെ തല ഞങ്ങൾ ഇടം വരെ പോകും, നോക്കട്ടെ. ഉയ്യോ, ഇതിനൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തീരും. തല കണ്ടോ? നമ്മൾ പിലിക്കുള ബയോളജിക്കൽ പാർക്കിനകത്തുകൂടിയാണ് നടക്കുന്നത്. പ്ലാനറ്റേറിയം കണ്ടു, അത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ കാണിക്കാൻ രക്ഷയില്ല. സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയാണ്. കുട്ടികളുണ്ടായിരുന്നു ധാരാളം. ബാക്കി നമുക്ക് ഓപ്പൺ ഏരിയ ഒക്കെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ട്. ഇവിടെയൊക്കെ പുലിയും സിംഹങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് എവിടെയാണെന്ന് അറിയില്ല. കുറേ കാക്കകളുണ്ട് ഇവിടെ, പുലിയൊന്നും. ഇതാ കിടക്കുന്നു മാൻ. ഇതെന്ത് മാനാടാ? സാമ്പാർ ഡീർസ്. സാമ്പാർ ഡീറോ? അതാ സാമ്പാർ, SAMBAR ഡീർസ്. സാമ്പാറൊക്കെ കൊള്ളാം. ദൂ നിൽക്കുന്നു, ദൂടെ.
സാമ്പാർ ഡീർ. ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കട്ടാ. എടാ പുലി 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 പുലി. എന്നോട് പോലെന്ന് പറഞ്ഞിട്ടാ വൃത്തിയായിട്ടോ. എന്താ മൈൻഡ് ആക്കാതെ പോവാണ് കേട്ടോ. അവരങ്ങോട്ട് പോകുന്നില്ലേ, അവിടെ അങ്ങോട്ട് പോകാൻ ഇതില് ആ വാ. ഓപ്പൺ ഏരിയ അല്ലടാ. അല്ല അവിടെ നെറ്റ് ഉണ്ട് കേട്ടോ. ഇതോ പോകുന്നു പുള്ളിപ്പിലി. ഞങ്ങൾ ഈ കാട്ടിലൂടെ പോവുകയാണേ. രണ്ടാളുണ്ട്, ഒരാൾ മുന്നേ പോക്കുണ്ട്, ഒരാൾ പിറകിലൂടെ വരുന്നു. അതോ പോകുന്നു. ഭയങ്കര. എടാ ഒരാൾ പുറത്താടാ ഉള്ളത്, അതിന് ഇങ്ങോട്ട് വരാൻ വേണമെങ്കിൽ. ആ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് അല്ല, ഇത് ഓപ്പൺ ഏരിയ ആണ്. ഇതാ അല്ലല്ലോ, ഈ കിടങ്ങുണ്ട് കണ്ടോ. കിടങ്ങ് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ആശ നീണ്ടിരുന്ന് കിടക്കുവാണ്, നല്ല ഉറക്കമാണ്. ഇതാ വാല നാട്ടിക്കൊണ്ടിരിക്കുന്നതാ. നല്ല ഉറക്കമാണ് കേട്ടോ. പൂത്തു കുഞ്ഞുണ്ട് അതിൻ്റെ അപ്പുറത്ത്. എവിടെ? ചെറിയ കുഞ്ഞാ. വാ ഓ വാ. ഒന്നും മൈൻഡാക്കുന്നില്ല. കാട്ടുപോത്ത് ഇങ്ങനെ അടുത്തേക്ക് നല്ല പെരുമ പോത്ത് പോലെ തന്നെ കൊണ്ടോ. കൊള്ളാം. അങ്ങോട്ട് വാ. ഒരു കുഞ്ഞ് വാ വാടാ മക്കളെ. ഇങ്ങോട്ട് വാ. 2 മക്കളുണ്ട് കേട്ടോ. അതോ നോക്കുന്നു. ബേബി സോ ചെറിയ കുഞ്ഞുങ്ങളാണല്ലേ. പ്യൂർ വൈറ്റ്. ഇതാണ് വൈറ്റ് ബക്ക്. 2 ആണ്, കൊമ്പാണ് നല്ല. ഇപ്പോ നീ എവിടെയാ? ബാ. അതിൻ്റെ ഇടയിൽ ഹെലികോപ്റ്റർ പോയി. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇവന്മാർ വരണ്ട ഓടിയാണ്. അവർക്കിങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കണം. വാ. അപ്പോൾ അവിടെയാണ് കർണാടക ഗവൺമെൻറ് ആർട്ടിസൻ വില്ലേജ്. ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ആർട്ടിസൻ വില്ലേജാണ്. ഇത് ചട്ടിയും കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചക്രമാണ്. വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഡെമോയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് 2 പേരേ ഉള്ളൂ. ഇനിയിപ്പോൾ കുട്ടികളെയും കൂടെ വരാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാം. വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ സംഭവങ്ങളാണ്. ഇവിടെ ഷോന് വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് അവരുണ്ടാക്കുന്നുണ്ട്. ഒരാളിവിടെ കിടന്ന് ബുക്ക് വായനയാണല്ലോ, നല്ല സുഖമായിട്ട് നല്ല ദിവാൻ കോട്ടയിൽ കിടന്നിട്ട്. കൊള്ളാം. ഗണപതിയാണോ വായിക്കുന്നത്? ശരിയാണല്ലോ.
ഇതിൻ്റെ ഡെമോ കാണിക്കും. ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചട്ടിയും കലവും കൊടുക്കുക, പാത്രങ്ങളിൽ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡെമോ ഇപ്പോൾ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കും. ആദ്യം അതിൻ്റെ മിക്സ് ചെയ്ത മണ്ണെടുത്തു ഈ വീലിനകത്തിടുവാണ്. നമ്മളൊക്കെ നാട്ടിൽ കണ്ടു കാണും ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ. ഇപ്പോഴൊക്കെ സ്റ്റീൽ പാത്രങ്ങളും സെറാമിക്കൊക്കെ അല്ലേ. അപ്പോൾ പാരമ്പര്യമായിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, കല ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഓൾറെഡി അതിൻ്റെ ക്ലേ ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കുഴച്ചതിൻ്റെ പരുവത്തിൽ. മോട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല, കൈകൊണ്ടാണ് കറക്കുന്നത്. കറങ്ങി നിൽക്കുന്നതിന് മുമ്പേ അദ്ദേഹം അതിനെ ഒരു ഷേപ്പിലോട്ട് മാറ്റും, വീണ്ടും കറക്കും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യ രൂപങ്ങളിൽ കലകളിലും പെട്ടതാണ്. പാശ്ചാത്യരൊക്കെ വന്നിട്ട് ധാരാളം ഇതൊക്കെ കാണുന്നുണ്ട്, ചിലവർ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ സ്കൂൾ കുട്ടികൾ ധാരാളം ചുറ്റും നിൽക്കുന്നുണ്ട്. ആ മണ്ണ് ഒരു പാത്രത്തിൻ്റെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫിനിഷിങ് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. മനോഹരമായ ഒരു പാത്രം റെഡിയായിക്കണ്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് നൂല് കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വെരി ഗുഡ്. കുട്ടികളൊക്കെ ഹാപ്പിയായി. നമ്മളെ അവൽ ഇടിക്കുന്ന പണ്ടത്തെ ഒരു സംഭവം കാണാം. ഇവിടെ രണ്ട് അക്കയുണ്ട്. ഇതാണ് ಅಕ್ಕ ನಮಸ್ಕಾರ. ಜಸ್ಟ್ ನೋಡ್ತೀನಿ ಏನು ಮಾಡಬೇಡ. ಇದು ಮಿಷಿನ್ അവലക്കി ಮಾಡ್ತಾರೆ അಲ್ವಾ? സൂപ്പർ. നമ്മൾ അവൽ ഉണ്ടാക്കുന്നതാണ് പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴാണ് മെഷീൻ. ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് നെല്ലൊക്കെ വറുത്ത് ഈ മരത്തിൻ്റെ ഇതിനകത്ത് ഒരാൾ അവിടെ നിന്ന് ഇടിക്കും. അപ്പോൾ ഇടിച്ച് അവലുണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ടോ. റൂറൽ ഓയിൽ പ്രോസസ്സിംഗ് സെൻറ്റർ. പണ്ട് കാലങ്ങളിൽ എണ്ണച്ചക്ക എന്ന് പറയും. ഈ കാള ഇതിനകത്ത് കെട്ടിയിട്ട് റൗണ്ടിലിങ്ങനെ അടിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിൽ നിന്ന് എള്ളെണ്ണയോ അതിന് എള്ള എടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ട് കാലങ്ങളിലുള്ളതാണ്. ഇപ്പോഴൊക്കെയാണ് മില്ല് മോട്ടറൊക്കെ വന്നത്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയാണ് എണ്ണ എടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു കാളെ ആ കാണുന്ന വലിയൊരു ബീമിൻ്റെ ഒരു സൈഡിൽ കെട്ടും. അപ്പോൾ ഇവനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, നടക്കും. അപ്പോൾ അതിനണക്കായിട്ട് അതിൻ്റെ ഓയിലുള്ള ആ ചക്ക് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എണ്ണ പ്രൊഡക്ഷനാവും അല്ലേടാ. ഇതിപ്പോൾ എല്ലാം ചെയ്യുന്ന ഇപ്പം നമ്മുടെ അവൽ ഇടിക്കുന്നതായാലും കലമുണ്ടാക്കുന്നതായാലും എണ്ണയാട്ടുന്ന ചക്കായാലും ഒരു വില്ലേജ് ആണ്. അഡിഷൻ വില്ലേജാണെന്ന് പറഞ്ഞല്ലോ. ഒരു വില്ലേജാണ് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വീടുകളിൽ ഇവിടെ ശില്പകലയാണ് ഇവിടെ ഉള്ളത്, നെയ്ത്ത് മറ്റൊരിടത്ത്. അപ്പോൾ അങ്ങനെ പല പല നമ്മളെ പാരമ്പര്യമായിട്ടുള്ള ഓരോരോ പ്രവൃത്തികളുടെ ഇവിടെ പരിചയപ്പെടാൻ, ഇപ്പോഴത്തെ ജനറേഷനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണിത്. ബുദ്ധനൊക്കെ ഇട്ടിട്ടുണ്ടത്. ഇതാ
എങ്ങനെ ഉണ്ടാക്കുന്നു ഇവിടെ കാണാൻ ഇവിടെ ഇപ്പം ആരുമില്ല, പൂട്ടിയിരിക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലോട്ട് പോകാം. നമ്മളവിടെ കൊല്ലൻ എന്നൊക്കെ അല്ലേ പറയുന്നത്, അങ്ങനെ പറയും. ഇരുമ്പ് പണിക്കാർ, ഇരുമ്പ് കത്തി ഇതൊക്കെ ഉണ്ടാക്കുന്നവർ. ഇതാണ് പണ്ട് കാലങ്ങളിലെ ഒല എന്ന് പറയും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ബ്ലോവർ വഴി, ഈ ബ്ലോവറിൽ കാറ്റ് നമുക്ക് ഈ ഒലയിലേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് ഈ തീ കത്തുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ഇരുമ്പ് പഴുപ്പിച്ച് അടിച്ച് കത്തി, വക്കത്തി എന്നുള്ള പല പണിയായുധങ്ങളൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ്. കേട്ടോ. അപ്പോൾ ഇതിന് വേറെ കറണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ആവശ്യമില്ല. ഈ ഒരു മെഷീൻ ഇവിടെ ഉണ്ട്. ഇതാ ഈ ഒരു മോട്ടറിനകത്ത് ഇത് കറങ്ങും. ഈ ഫാനിൽ ഇതിനകത്തൂടെ കാറ്റ് വരും. അദ്ദേഹം ഓരോരു സംഭവം കണ്ടോ, ചിരവ ഉണ്ടാക്കുവാണ് അദ്ദേഹം. ചിരവ പണ്ട് കാലങ്ങളിൽ നമുക്ക് തുണി എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ വിവസ് കോർപ്പറേഷനോ അങ്ങനെ നമ്മുടെ കേരള സർക്കാർ ഖാദിയുടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ട് ഇത്. പക്ഷേ പണ്ട് കാലങ്ങളിൽ ചെയ്താണ്. ഇപ്പോഴൊക്കെ എല്ലാം മെഷീനറീസാണ്. അപ്പോൾ ഈ തറി എന്ന് പറയും ഈ ചെയ്യുന്നതിന്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, ಈ ಕತ್ತರಿಗೆ ಹೇಳಿ ಆಗಲಿ ಬೇರೆ ಬೇರೆ ನೂಲಾಗಲ್ಲ ನೋಡಿ, ಈ ಥರ ಆ ಕಡೆ ಈ ಕಡೆ ನೂಲಾಗಲ್ಲ. ഇവിടെ ഒരു വർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഊടും പാവും എന്ന് പറയും. ഒന്ന് ഇങ്ങോട്ടല്ല പാരലായിട്ടും ഒന്ന് കുത്തനെയുള്ളത്. അപ്പോൾ ഇതിനകത്തൂടെ ഓടം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഓടിക്കൊണ്ടിരിക്കുക. അതിന് കണക്കായിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു താളത്തിൽ അതിൻ്റെ ഒരു ട്യൂണിങ്ങിൽ നമുക്ക് അതിന് കാലുകൊണ്ട് കൈകൊണ്ട് ഇതാം. ഈ സാധനമാണ് ഓടം. നൂലിനെ ഓടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകുന്നത്, ഓടം എന്ന് പറയുന്നത്. ഇതിൽ ഇരുന്നിട്ടാണ് ഈ ചവിട്ടുമ്പോഴാണ് ഇതിനെ മൂവിങ് നടക്കുന്നത് സംഭവം. അപ്പോഴാണ് ഇവിടെ നെയ്ത്ത് അതിൻ്റെ നൂലുകൾ തമ്മിൽ ഇഴചേർന്ന് തുണിയായിട്ട് മാറുന്നത് നമുക്ക്. ഇവിടെ മാഡം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. നൂലിൻ്റെ ഇത് തെറ്റാതെ ഡിസൈൻ ചെയ്തു വരണം. ഇതൊക്കെ പഴയ തറികളാണ്. ഇങ്ങനെ അതിൻ്റെ ഒരു സെറ്റാണ് ഇവിടെ വല്ല അഴിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ പഴയ നൂലൊക്കെ ഇവിടെ കാണാനുണ്ട്. ചർക്ക ഇതാണ് ഇത് ഇതായിക്കോട്ടെ. ഇത് മരപ്പണിക്കാരുടെ കലാവിരുതാണ് കേട്ടോ. ഇതുവഴി കറങ്ങുന്നുണ്ട് ഇവിടെ. മറ്റൊരു കലാവിരുത് കാണാം. കുട്ട, തൊപ്പി, കൂടകളൊക്കെ നെയ്യുന്നില്ലേ, അവർ മെടഞ്ഞെങ്ങനെ എടുക്കുന്നത് നമുക്ക് കാണാമല്ലോ. പാരമ്പര്യമായിട്ട് എടുത്തു തന്നെയാണ് കേട്ടോ. എല്ലാം കലാകാരകളാണേ. നമസ്കാരം. നൈസ്, സൂപ്പർ. ഇതാണ് സംഭവം.
ലൈറ്റൊക്കെ തൂക്കിയിടാൻ പറ്റും. ലാമ്പ് ഷെയ്ഡ്. റെഡിയായി. ಲ್ಯಾಂಪ್ ಶೇಪ್ ರೆಡಿ ಆಯಿತು. ಇನ್ನೊಂದು ಫಿನಿಶ್ ಮಾಡಬೇಕು ಅಷ್ಟೇ. ಆಯಿತು, ಓಕೆ ಸರಿ, ಥ್ಯಾಂಕ್ ಯು. സൂപ്പർ കേട്ടോ. അവരൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിലിക്കുള പാർക്ക്, സുവോളജിക്കൽ പാർക്ക് മൊത്തം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്തോട്ട് വരാം. നമ്മൾ എത്ര മണിക്കാണ് ഇതിനകത്തോട്ട് കയറിയത്? 2 മണിക്ക് ഇതിനകത്തോട്ട് കയറിയായിരുന്നു. മൊത്തം കവർ ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് പുറത്തോട്ട് പോവാണ്. ഡാം പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാം.